ഹലോ ഡിയേഴ്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നിപ്പോൾ ഇത് ഇവിടെ ഒരു പനനൊങ്കിലാട്ടോ തുടങ്ങുന്നത്. ഇവിടെ ഞങ്ങൾക്ക് പറമ്പിൽ മരങ്ങളുണ്ടായിരുന്നു അറിയാം. അപ്പോൾ അത് മുറിച്ച് വിറ്റു. അപ്പോൾ അതിലൊരു പന ഉണ്ടായിരുന്നു, ഒരു പനല്ല 2 പന ഉണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു പന മുറിച്ചിട്ടുണ്ടായിരുന്നു. പന മുറിച്ചത് ഇവിടുത്തെ വീട്ടിലത്തെ ആവശ്യത്തിനാണ് കേട്ടോ. അതായത് മേമയ്ക്ക് ആട്ടുംകൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പന മുറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നൊങ്ങുണ്ടായിരുന്നു, പനനൊങ്ങ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും മൂത്തിട്ടുണ്ടായിരുന്നില്ല, ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 3-4 എണ്ണം കിട്ടി, കഴിക്കാൻ പാകത്തിനുള്ളത് ഒരു 3-4 കിട്ടി കേട്ടോ. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ തുടങ്ങുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനെ ഫ്രഷായിട്ട് ഇങ്ങനെ വെട്ടി കഴിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ കഴിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാക്കറ്റ് വാങ്ങിച്ചിട്ടാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കേട്ടോ ഞാനിങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ അത് ഏട്ടൻ വെട്ടി തരികയാണ്. ഞാൻ ഏട്ടനൊന്നും വിളിക്കാറില്ല ആളെ പേര് മനീഷ് എന്നാണ്. അപ്പോൾ ഞാൻ മനു എന്നാണ് വിളിക്കുക. അപ്പോൾ മനു വെട്ടി തരികയാണ്. അപ്പോൾ ഞാനത് കഴിച്ചു കേട്ടോ. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനിയും ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് അച്ഛനും മോനും അവിടെ നിൽക്കുന്നുണ്ട്. ഞാനത് കത്തിയും കൊണ്ടൊക്കെ കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാണ് പറമ്പ്. ഇവിടെ നിന്ന് മരങ്ങളൊക്കെ മുറിച്ചു. 2 പന ഉണ്ടായിരുന്നു പറഞ്ഞില്ല, അതിലൊരു പനയാണ് ഈ വീണ് കിടക്കുന്നത്, ഒരു പനയാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അച്ഛനും മോനും ഇവിടെ നിൽക്കുകയാണ്. അപ്പം ഞാൻ പോയി നോക്കിയിട്ട് വരാം കേട്ടോ, എന്താ ഇതിലുണ്ടോ ഇല്ലയെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. കണ്ടോ, ഇതാണ് നമ്മുടെ പന കേട്ടോ. നല്ല അത്യാവശ്യം വലിയ പന കേട്ടോ. നമുക്കതിലുണ്ടോ നോക്കാം. ഉണ്ട്, പക്ഷെ ഒക്കെ പിഞ്ചാണ്, കുഞ്ഞതാണ്, ഒന്നും ആയിട്ടില്ല, ആവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോയ പോലെ തന്നെ തിരിച്ച് വന്നു, ഒന്നും കിട്ടിയില്ല. പിന്നെ ഇത് മറ്റേ സീതാപ്പഴം കേട്ടോ, സീതാമണി, ഇവിടെ സീതാമണി പറയും, സീതാപ്പഴം അങ്ങനെയൊക്കെ പറയും. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ആയി വരുന്നുള്ളൂ. നിറയെ ഉണ്ട്, ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട് കേട്ടോ മരം. അപ്പോൾ നിറയെ ഉണ്ടാവും, പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടാറില്ല. നിറയെ കുരങ്ങന്മാരുണ്ട് ഇവിടെ, ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. അപ്പോൾ അത് പഴുക്കുന്ന സമയമാകുമ്പോൾ അവർ വരും, അവരൊക്കെ കടിച്ച് നിന്നിട്ട് പോകും. ഞങ്ങൾക്ക് കിട്ടാറില്ല, വളരെ അപൂർവമേ കിട്ടാറുള്ളൂ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കറി മീൻ വാങ്ങിച്ചിട്ടുണ്ട്, ചാള വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. നല്ല രസമാണ് കേട്ടോ കാണാൻ, നല്ല രസം. ഫുള്ള് റബ്ബറാണ്. പിന്നെ ഇതായിരിക്കുന്നു ആ സ്കൂട്ടി എൻ്റേത്, ബൈക്ക് മനുവിൻ്റെയാണ് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ കാണിച്ചില്ല, ഇതാണ് ഞങ്ങളുടെ വീട് ഒരു കുഞ്ഞ് വീടാണ്, വലിയ വീടൊന്നല്ല, ഒരു കുഞ്ഞ് റോഡിട്ട വീടാണ് കേട്ടോ. ഫ്രണ്ട് വ്യൂ അടിപൊളിയാണ്. ഈ റബ്ബർ കാട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു മല വരുന്നുണ്ട്, കാളിറോഡ് പള്ളി, നല്ല ഫേമസ് പള്ളിയാണ് കേട്ടോ. അതാണ് ഈ റബ്ബർ കാട്ട് അപ്പുറത്ത് വരുന്നത്. പിന്നെ ഇത് അച്ഛനും മോനും ഇവിടെ നിന്ന് കളിക്കുകയാണ്. ഞാനിങ്ങനെ മീൻ മുറിച്ചു, തക്കാളി വാട്ടിയിട്ടാട്ടോ കറി വയ്ക്കുന്നത്. തക്കാളി വാട്ടി കറിയൊക്കെ ആയി. അതിൻ്റെ ഇടയിൽ ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. പിന്നെ അതാ ആശൂട്ടിനുള്ള പാപ്പ് ഉണ്ടാക്കി, എന്നിട്ട് അവനും കൊടുത്തു. എന്നിട്ടത് ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവുക കേട്ടോ. പിന്നെ ചോറുണ്ണാൻ പോവുകയാണ്. കായും പയറുമാണ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതാ ചാളക്കറിയും ആയിട്ടുണ്ട്. അപ്പോൾ ചാളക്കറിയും പയറുപ്പേരിയും കൂട്ടി ഞങ്ങൾ ഊണ് കഴിച്ചു. യാശൂട്ടനും പാപ്പ് കൊടുത്തു. ഇനി ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങാൻ പോവുകയാണ്. ഉറക്കം നടക്കുമെന്നറിയില്ല, ആളിതവിടെ ഭയങ്കര കളിയിലാണ്. ഇനിയിപ്പോൾ അവനെ ഉറക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ.